CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് സാധ്യതാ പട്ടിക തയ്യാറാക്കിയത്. നേതാക്കളുടെ അഭിപ്രായ പ്രകാരമുള്ള ഒരു പട്ടിക തയ്യാറാക്കുന്നു. ഇത് സംസ്ഥാന നേതൃത്വത്തിന് വൈകാതെ കൈമാറും. ഈ ആഴ്ച അവസാനമോ അടുത്ത ആഴ്ച ആദ്യമോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതി യോഗങ്ങൾ ചേരുന്നുണ്ട്. ആ യോഗങ്ങളിൽ ഈ തിരുവനന്തപുരത്തുള്ള പട്ടിക അവതരിപ്പിക്കും. കാര്യമായ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. 13 സീറ്റുകളാണ് ഇടതുമുന്നണിക്ക് തിരുവനന്തപുരത്ത് ഉള്ളത്. അതിൽ തന്നെ 10 CPM-ന്റേതാണ്. അവിടെ 10 ഇടങ്ങളിലും നിലവിലെ MLA-മാരെ മത്സരിപ്പിക്കാനാണ് CPM-ന്റെ ഈ ഘട്ടത്തിലെ ആലോചനയും തീരുമാനവും. നേമത്ത് വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ്. വി ശിവൻകുട്ടി മത്സരിക്കും. വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് ഉപതെരഞ്ഞെടുപ്പിലും പിന്നീട് പൊതുതെരഞ്ഞെടുപ്പിൽ 2021 പൊതുതെരഞ്ഞെടുപ്പിലും വിജയിച്ച VK പ്രശാന്ത് വീണ്ടും ജനവിധി തേടും. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ CPM-ന്റെ മുതിർന്ന നേതാവ് കൂടിയാണ്. കടകംപള്ളി സുരേന്ദ്രൻ സംസ്ഥാന സമിതി അംഗമാണ്. കടകംപള്ളിക്കെതിരെ സ്വർണ്ണ കൊള്ള അടക്കം പ്രതിപക്ഷത്തിന്റെ വലിയ ആരോപണങ്ങളുണ്ട്. ഒരു തവണ അദ്ദേഹത്തെ SIT ചോദ്യം ചെയ്തതുമാണ്. പക്ഷേ അദ്ദേഹത്തെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാനാണ് CPM-ന്റെ തീരുമാനം. കടകംപള്ളി ഇല്ലെങ്കിൽ ആ മണ്ഡലം വിജയിക്കുക എളുപ്പമല്ല. വി മുരളീധരൻ BJP-യുടെ പ്രധാനപ്പെട്ട നേതാവാണ് അവിടെ BJP സ്ഥാനാർത്ഥിയെ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രനെ കഴക്കൂട്ട് നിലനിർത്താനാകും. ഈ എല്ലാ വിവാദങ്ങളെയും മറികടന്ന് അവിടെ ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ CPM പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. പാറശാലയിൽ CK ഹരിന്ദ്രൻ തുടർച്ചയായ 2 തവണ MLA ആയ ആളാണ്. ജനകീയനായ നേതാവാണ്. കാട്ടാക്കട IB സതീഷ് UDF-ന്റെ നേതാവാണ്. IB സതീഷ് വീണ്ടും മത്സരിക്കും. അരുവിക്കരയിൽ G. സ്റ്റീഫൻ കോൺഗ്രസിന്റെ യുവനേതാവ് K. ശബരിനാഥിനെ തോൽപ്പിച്ച് കഴിഞ്ഞ തവണ മണ്ഡലം പിടിച്ചെടുത്ത നേതാവാണ് G. സ്റ്റീഫൻ അവിടെ വീണ്ടും മത്സരിക്കും. വാമനപുരത്ത് BK മുരളി തുടർച്ചയായ 3-ാം തവണയും ജനവിധി തേടും. CPM-ന്റെ സംസ്ഥാന സമിതി അംഗമാണ്. വർക്കലയിൽ V. ജോയ് CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി. അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇനി മത്സരിക്കാൻ ഉണ്ടാകില്ല എന്ന സൂചനകളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ജോയ് ഇല്ലെങ്കിൽ ആ മണ്ഡലം വിജയിക്കുക നിലനിർത്തുക എളുപ്പമല്ലെന്ന് CPM തിരിച്ചറിയുന്നു. അതുകൊണ്ട് അവിടെ V. ജോയിയെ വീണ്ടും മത്സരിപ്പിക്കുന്നു. വാമനപുരത്ത് DK മുരളിയോ ജോയിയോ ഇതിൽ ഒരാൾ മത്സരിച്ചാൽ മതിയെന്നായിരുന്നു ഒരു ഘട്ടത്തിൽ ഉയർന്ന ചർച്ചകൾ. രണ്ടുപേരും സംസ്ഥാന സമിതി അംഗങ്ങളാണ്. ഒരാൾ ജില്ലാ സെക്രട്ടറി ആകണം, മറ്റേയാൾ മത്സരിക്കട്ടെ നിലപാടായിരുന്നു. പക്ഷേ ഈ 2 മണ്ഡലങ്ങളും നിലനിർത്തണമെങ്കിൽ 2 MLA-മാരും തന്നെ വേണമെന്ന അഭിപ്രായത്തിലേക്ക് നേതൃത്വം എത്തുകയായിരുന്നു. അങ്ങനെ